അമ്മായി നിന്നോടല്ലേ പറഞ്ഞു കൊണ്ടുപോവാൻ? ചീഞ്ഞു നാർന്നു. നാച്ചുണ്ട് ഇനി ഞാൻ കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോകും. അതെനിക്കറിയില്ല. നിന്നെ ഞാൻ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞയച്ചതല്ലേ. ഇതിനിടയ്ക്ക് അങ്ങാരെങ്ങാനും കയറി വന്നാൽ ഞാൻ എന്നാ വിളമ്പി കൊടുക്കും? മാമന് വലിയ ആര് പറഞ്ഞു? കൂടെ പോയി പണിക്കാർ പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ വെക്കിട്ടെ? വേണ്ട വേണ്ട, ആ ലോഹയൊന്നും വേണ്ട. ഈ മീൻ ഇന്ന് ഞാൻ ഇവിടെ കറി വെക്കില്ല, അത് തീർച്ച. പിന്നെ ഞാൻ എന്ത് ചെയ്യൂ? ചുട്ട് തിന്നോ? ചുട്ട് തിന്നേ? നാട്ടുണ്ട് ചുട്ട് തിന്ന വയറിറങ്ങല്ലേ. ഇത്തിരി നേരത്തെ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നല്ലേ മീനെ. നിങ്ങൾക്ക് നാട്ടുണ്ടാവില്ലായിരുന്നു. അപ്പോഴേക്കാൻ നോട്ടീസുകാരും വന്നില്ലേ. എന്റെ കർത്താവേ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യും? നീ വാടാ. നീ വല്ലതും കഴിച്ചോ? ഇല്ല. എന്നാ വാ, വല്ലതും കഴിക്കാം. അവിടാണോ ഇരിക്കാൻ പോകുന്നത്? ഇനി അകത്ത് വാ. കൈ കഴുകണ്ടേ വൃത്തികെട്ട ജന്തു. വെറുതെ ആണോടെ അമ്മാവൻ നിന്നെ തല്ലുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നത്? നിന്റെ ഈ വികൃതിത്തരം കൊണ്ടാ. വികൃതിത്തരം കൊണ്ടൊന്നുമല്ല അമ്മാവൻ തല്ലുന്നത്. പിന്നെ വെറുതെയാ? അല്ല. അല്ലെ പിന്നെ അമ്മായി തല്ലുന്നതോ? നല്ല സിനിമ. അടി ഇടി കുത്ത് ചവിട്ട് പാട്ട് കുളിസിന് എല്ലാം ഉണ്ട്. നമുക്ക് പാം. കലാസാരം വായിച്ചു നോക്ക്. വേണ്ട, എന്റെ സിനിമയും കളിയും ഒക്കെ ഈ വീട്ടിനകത്ത് തന്നെ. നീ തന്നെ വായിച്ചു. അതിലേക്ക് വായിക്കാറില്ലല്ലോ. അന്നിക്ക് ഞാൻ വായിച്ചു തരാം. ഇത് കഴിയട്ടെ കേട്ടോ. ഇപ്പോഴെന്റെ മേരിക്കുട്ടി സുന്ദരിയായിട്ടുണ്ട്. ജോയിമോൻ എന്താണിത്? കുരിശോ? ജോയിമോൻ മറന്നില്ല. ആര് പറഞ്ഞാലും ഞാൻ മറക്കും. എന്നാ എന്റെ മേരിക്കുട്ടി പറഞ്ഞാൽ മാത്രം ഞാൻ മറക്കില്ല. അതെന്താ? അത് എന്റെ സുന്ദരി കുട്ടിയല്ലേ മേരിക്കുട്ടി, അതുകൊണ്ട്. എനിക്ക് ഒരു ഒരു പറയൂ. ഒരു സാരി. എനിക്കും വേണം. നീ മിണ്ടായിരിക്കും. ആ മേരിക്കുട്ടി പറ, എന്ത് നിറവാ വേണ്ടത്? നിറം എനിക്കറിയില്ലല്ലോ. മേരിക്കുട്ടിക്ക് ചേരുക മഞ്ഞ. മഞ്ഞയില്ല, ചുവപ്പ്. എങ്കിൽ ചുവപ്പ് മതി. ഏറ്റു. ആ ഞാൻ വരട്ടെ. ജോയിമോൻ പോയോ ലിസി? പോയി. ഞാൻ സുന്ദരിയാണോ ലിസി? എന്റെ മേരിക്കുട്ടി സുന്ദരിയാണ്. വെടിക്കാരെല്ലാരും വന്നല്ലോ. ഇരിയാനിത് എവിടെ പോയി കിടക്കുന്നു? വരും ചെടുത്തി. ഓ വരും കുടിച്ച് കണ്ണു കാണാതെ. കണ്ണിന്റെ കാര്യത്തിൽ അപ്പനും മോളും ഒരേ മാതിരിയാ. ഇത് ജനനാ കുരുടി. അത് ഞാൻ കുടിച്ച് കണ്ണില്ലാതാവും.